നമസ്കാരം. ഞാൻ യൂട്യൂബ് വീഡിയോകൾക്ക് വേണ്ടി ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഒരുപാട് പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. മുമ്പും പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും പർച്ചേസ് ചെയ്യാറുണ്ട്. അപ്പം നല്ല വിലയുള്ള പ്രൊഡക്റ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം നമ്മുടെ കയ്യിൽ ആ ഒരു സമയത്ത് പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ EMI ഇട്ടായിരിക്കും എടുക്കുന്നത്. ഇപ്പം നോ കോസ്റ്റ് EMI കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ സന്തോഷം. അപ്പം EMI കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഓൺലൈനിൽ നിന്ന് മാത്രമല്ല ഓഫ്ലൈൻ ആയിട്ട് നമ്മൾ ഏതെങ്കിലും ഷോപ്പിലൊക്കെ പോകുമ്പോഴും നമുക്കൊരു ഫോൺ വാങ്ങണമെന്നുണ്ടെങ്കിൽ കടയിൽ ചെന്നെന്ന് പറഞ്ഞാലും നമ്മുടെ EMI കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് EMI ഇട്ട് ഫോൺ വാങ്ങാനായിട്ട് സാധിക്കും. അതുപോലെ എന്ത് സാധനമാണെന്നുണ്ടെങ്കിലും EMI വാങ്ങാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങളൊരു EMI കാർഡിന് എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ എന്ത് പ്രൊഡക്റ്റുകൾ വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റും. 3 ലക്ഷം രൂപ വരെ ലിമിറ്റ് ഉള്ള ഒരു EMI കാർഡ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അപ്പൊ ഈ കാർഡിന് വേണ്ടി എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നും എങ്ങനെ ഇത് അപ്രൂവ് ആക്കി എടുക്കാൻ പറ്റുമെന്നുള്ള കാര്യം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. പകുതി കിട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരു EMI കാർഡിന്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും എലിജിബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്നൊരു താല്പര്യം ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഇതിന് എലിജിബിൾ ആണോ എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എലിജിബിലിറ്റി നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു 100 തൊട്ട് 500 രൂപ വരെയുള്ള ക്യാഷ് ബാക്ക് കിട്ടും. അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം ആ ഒരു ക്യാഷ് ബാക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ഇതേപോലെ ഒരു ഇന്റർഫേസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റർ യുവർ മൊബൈൽ നമ്പർ. നിങ്ങൾ EMI കാർഡ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ കൊടുക്കാൻ പോകുന്ന ആ ഒരു മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഒരു UPI ID ഇവിടെ കൊടുത്തേക്കുക. അതായത് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടാനുള്ള ആ ഒരു UPI ID അതുകൂടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഞാനിവിടെ എന്റെ മൊബൈൽ നമ്പർ UPI ID-യും എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, UPI ID കറക്റ്റ് ആയിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്യാഷ് ബാക്ക് കിട്ടത്തില്ല. തെറ്റിപ്പോയി കഴിഞ്ഞിട്ട് പിന്നെ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കറക്റ്റ് UPI ID തന്നെ കൊടുത്തതിന് ശേഷം സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യണം. ഇപ്പം നമ്മൾ EMI കാർഡ് അപ്ലൈ ചെയ്യാനുള്ള മെയിൻ പേജിലെത്തി. ഇവിടെ നിന്നാണ് നമ്മൾ മെയിൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും 3 lakh വരെയുള്ള EMI നമുക്ക് ഇവിടെ നിന്ന് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം മൊബൈൽ നമ്പർ കൊടുക്കുക, ദെൻ ഗെറ്റ് ഇറ്റ് നൗ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം വെരിഫിക്കേഷന് വേണ്ടി ഒരു OTP വരും. ആ ഒരു OTP എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അടുത്തൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങളുടെ ഫുൾ നെയിം എൻ്റർ ചെയ്യണം. അതായത് പാൻ കാർഡിലുള്ള പോലെ തന്നെ പേര് ഇവിടെ കൊടുക്കണം, സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊന്നും ഇല്ലാതെ. അതിനുശേഷം താഴെയുള്ള പ്രൊസീഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു പോവുകയാണ്. അതിനോടൊപ്പം തന്നെ ചില ഇൻഫർമേഷനുകളൊക്കെ തന്നെ ഞാൻ ഇവിടെ ഹൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം യൂട്യൂബിന്റെ പോളിസി വയലേഷനിലേക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് കുറെ കാര്യങ്ങളൊക്കെ ഇവിടെ ഹൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം സ്ക്രീനിൽ കാണുന്നില്ലെന്നുണ്ടെങ്കിലും ആ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പറഞ്ഞായിരിക്കും പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്ത പേജ് ഓപ്പൺ ആയി. ഇവിടെ കുറെ അധികം ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. നമ്മുടെ പേര്, പാൻ കാർഡിന്റെ നമ്പർ, പിൻകോഡ്, ലൊക്കേഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ പാൻ കാർഡിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ എടുക്കാൻ പറ്റുമോ അതൊക്കെ ഇവിടെ പിക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ സെയിം പേജിൽ തന്നെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ എംപ്ലോയ്മെന്റ് ടൈപ്പ് ഏതാണെന്നുള്ളത് കൊടുക്കണം. സാലറീഡ് ആണോ അതോ സെൽഫ് എംപ്ലോയിഡ് ആണോ ഏതാണെന്നുള്ളത് കൊടുക്കണം. ഞാൻ സാലറീഡ് ആണ് ഇവിടെ കൊടുക്കുന്നത്. അതിന് നിങ്ങൾ ഏതാണോ അത് നിങ്ങൾ കൊടുക്കണം. ഞാൻ കൊടുക്കുന്നത് തന്നെ നിങ്ങൾ കൊടുക്കരുത്. അതിന്റെ താഴെയായിട്ട് ജെൻഡർ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യണം. അതിനുശേഷം പ്രൊസീഡ് എന്നുള്ള ബട്ടണിൽ വീണ്ടും ക്ലിക്ക് ചെയ്യണം. ഇപ്പൊ അടുത്തൊരു പേജ് ഓപ്പൺ ആയി. ഇവിടെ ഒരു എമൗണ്ട് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. എന്റെ പാൻ കാർഡ് ഡീറ്റെയിൽസ് വെച്ചിട്ട് എനിക്ക് EMI കാർഡിൽ ലിമിറ്റ് എത്ര വരെ കിട്ടും എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും ഡിഫറെന്റ് ആയിട്ടായിരിക്കും ഈ ഒരു ലിമിറ്റ് കിട്ടുക. ചിലർക്ക് 30,000, ചിലർക്ക് 50,000, ചിലർക്ക് 1 ലക്ഷം, അങ്ങനെ ആയിരിക്കും ലിമിറ്റ് കിട്ടുക. മാക്സിമം 3 lakh വരെയുള്ള ലിമിറ്റ് ആണ് നമുക്ക് ഈ ഒരു കാർഡിൽ EMI കിട്ടുക. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ ഒരു ക്യാഷ് ബാക്ക് എമൗണ്ട് 100 to 500 rupees കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജ് വരെ എത്തണം. അതായത് നമ്മൾ എലിജിബിൾ ആണോ അല്ലയോ എന്ന് ഇവിടെ നിന്ന് അറിയാനായിട്ട് സാധിക്കും. എലിജിബിൾ ആണെങ്കിൽ മാത്രമേ നമ്മുടെ കാർഡ് ലിമിറ്റ് ഇവിടെ കാണിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റേജ് വരെ എത്തിക്കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ ഒരു 100-നും 500-നും ഇടയ്ക്കുള്ള ക്യാഷ് ബാക്ക് കിട്ടത്തുള്ളൂ. അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് പ്രൊസീഡ് ഫോർ വെരിഫിക്കേഷൻ ഉള്ള ഒരു ബട്ടൺ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഫോൺ നമ്പർ, അഡ്രസ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ അഡ്രസ്സിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് അഡ്രസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പുതിയ അഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഓക്കെ ആണ്. കൂടുതൽ ചേഞ്ചസ് ഒന്നും ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ കൺഫേം എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം അടുത്തൊരു പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ കുറെ കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. ആ ടോട്ടൽ എമൗണ്ട് നമുക്ക് എത്ര വരെയാണ് ലിമിറ്റ് ഉള്ളത്, ഫസ്റ്റ് ട്രാൻസാക്ഷൻ ലിമിറ്റ് എത്രയാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഒരു 1.5 lakhന്റെ ടോട്ടൽ ലിമിറ്റ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ട്രാൻസാക്ഷനിൽ നമുക്ക് അത് മൊത്തം ഉപയോഗിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ 50,000 ആയിരിക്കും നമുക്ക് ഫസ്റ്റ് ട്രാൻസാക്ഷനിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷമുള്ള ട്രാൻസാക്ഷനുകളിൽ നമുക്ക് എത്ര ലിമിറ്റ് ആണോ അത് മൊത്തത്തിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ആ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ ഓരോ രീതിയിലായിരിക്കും വരുന്നത്. അതിന് താഴെയായിട്ട് ജോയിനിങ് ഫ്രീ ആയിട്ട് 599 രൂപ
കാണിച്ചിട്ടുണ്ട്. ഇതിൽ കാർഡിന്റെ ചാർജും അതേപോലെ കൺവീനിയൻസ് ഫീയും വരും. കാർഡ് ചാർജ് ഇവിടെ കാണിച്ചിരിക്കുന്നത് 530 രൂപയും കൺവീനിയൻസ് ഫീ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 69 രൂപയാണ്. അപ്പൊ ഈ ഒരു എമൗണ്ട് നമുക്കിനി പേ ചെയ്യണം, എന്തെങ്കിലും നമ്മുടെ ഇൻസ്റ്റ EMI കാർഡ് ആക്ടിവേറ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ അതിനായിട്ട് ജസ്റ്റ് പ്രൊസീഡ് ഫോർ പേയ്മെന്റ് എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു പേജ് ഓപ്പൺ ആവും. ഇവിടെ ഏത് ടൈപ്പ് പേയ്മെന്റ് വേണമെങ്കിലും ചെയ്യാം. കാർഡിന്റെ ത്രൂ അല്ലെങ്കിൽ UPI യുടെ ത്രൂ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്തുകൊണ്ട് ഈ 599 രൂപ പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഞാൻ ഇവിടെ UPI സെലക്ട് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഈ ഒരു പേയ്മെന്റ് ചെയ്യുകയാണ്. ഓക്കെ, ആ ഒരു എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ എവിടെ നിന്നാണോ പേയ്മെന്റ് ചെയ്യാൻ തുടങ്ങിയത് ആ ഒരു പേജിലേക്ക് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു കാർഡ് റെഡി ആയിട്ടുണ്ട്. കാർഡ് നമ്പരും കാർഡ് ഡീറ്റെയിൽസും എല്ലാം തന്നെ ഈ ഒരു പേജിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ പേജിൽ ഏറ്റവും താഴെയായിട്ട് ആക്ടിവേറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. അതായത് ഈ കാർഡ് ഇതുവരെ ആക്ടിവേറ്റ് അല്ല, ഇനി ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്ടിവേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ഇതെന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ ഈ മാൻഡേറ്റ് ആക്ടിവേറ്റ് ചെയ്യണം. അതായത് നമ്മൾ EMI കാർഡ് ഉപയോഗിച്ചുകൊണ്ട് EMI ഇട്ട് എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്നു. പർച്ചേസ് ചെയ്തതിനു ശേഷം ഈ കാർഡിലേക്കുള്ള എമൗണ്ട് തിരിച്ചടയണമല്ലോ. ഈ തിരിച്ചടയണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്ക് നമ്മൾ ഈ കാർഡുമായിട്ട് കണക്ട് ചെയ്തെങ്കിൽ ആ ബാങ്കിൽ നിന്ന് എമൗണ്ട് ഈ കാർഡിലേക്ക് ആഡ് ആകത്തുള്ളൂ. അപ്പൊ അതിനുള്ള ബാങ്ക് സെറ്റപ്പുകൾ നമ്മൾ ഇവിടെ ചെയ്തു കൊടുക്കണം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എല്ലാ മാസവും ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് EMI എത്രയാണോ ആ ഒരു തുക കാർഡിലേക്ക് അടവായിട്ട് പോവുകയും ചെയ്യും. അപ്പൊ നമ്മൾ ജസ്റ്റ് ആക്ടിവേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ്, അതായത് അക്കൗണ്ട് ഡീറ്റെയിൽസ്, IFSC കോഡ്, അക്കൗണ്ട് നമ്പർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് പ്രൊസീഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ഇപ്പം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൂടെ പിക്ക് ചെയ്തുകൊണ്ട്, അതായത് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസും ബാങ്ക് ഡീറ്റെയിൽസും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളെല്ലാം കൂടി ചേർന്ന ഒരു പേജാണ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇവിടെ നിങ്ങൾ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വാലിഡേറ്റ് OTP എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അതായത് നമ്മൾ കൊടുത്ത ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ കൺഫേം ചെയ്യാനായിട്ടുള്ള OTP വരും. ഈ ഒരു OTP ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം വീണ്ടും വാലിഡേറ്റ് OTPയിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ OTP എൻ്റർ ചെയ്ത് വാലിഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഈ മാൻഡേറ്റ് ആക്ടിവേറ്റ് ആവും. ഇപ്പൊ തന്നെ നമ്മുടെ കാർഡ് ഫുള്ളി സെറ്റ് ആയിട്ടുണ്ട്. കാർഡിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു പേജിൽ നിന്ന് തന്നെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കാർഡ് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ബജാജ് ഫിൻസേവ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. UPI ആപ്പ് എന്ന് പറഞ്ഞ ഒരെണ്ണം പ്ലേ സ്റ്റോറിൽ കാണും. ജസ്റ്റ് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ സൈൻ അപ്പ് ചെയ്യുക. നമ്മൾ ഈ കൊടുത്ത മൊബൈൽ നമ്പറും ഡീറ്റെയിൽസും വെച്ച് അതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ആപ്പിനുള്ളിൽ EMI കാർഡ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ആ ഒരു സെക്ഷനിൽ നിങ്ങളുടെ കാർഡും കാർഡിന്റെ ഡീറ്റെയിൽസും ലിമിറ്റും EMI വല്ലതും ഉണ്ടെങ്കിൽ ആ EMIയുടെ ഡീറ്റെയിൽസും എല്ലാം തന്നെ അവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ EMI കാർഡിന് CVV നമ്പർ ഇല്ല. ഇപ്പൊ നമ്മൾ ആമസോണിലൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സാധാരണ നമ്മൾ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ കൊടുത്തു കഴിഞ്ഞാൽ CVV നമ്പർ ചോദിക്കും. അപ്പൊ ഇതിനങ്ങനെ ഒരു നമ്പർ ഇല്ല. അപ്പൊ എങ്ങനെ ആണ് നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ആമസോണിൽ ഈ ഒരു കാർഡിന്റെ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ തന്നെ അപ്പൊ തന്നെ ഈ CVV എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ നിന്ന് മാറി. മനസ്സിലായി? അപ്പൊ CVV നമ്പർ വേണ്ട കാര്യമില്ല. ഇപ്പൊ നമ്മൾ ഈ ഒരു ആപ്പിനുള്ളിൽ കാർഡ് ഡീറ്റെയിൽസിൽ പോയി കഴിഞ്ഞാലും CVV നമ്പർ ഉണ്ടാകത്തില്ല. അപ്പം അങ്ങനെ ഒരു ടെൻഷൻ വേണ്ട. CVV നമ്പർ ഇല്ലാതെ എങ്ങനെ ഇത് ഉപയോഗിക്കും എന്നുള്ളത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ കാർഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള എല്ലാ സൈറ്റുകളിൽ നിന്നും അതേപോലെ നിങ്ങൾക്ക് ഓഫ്ലൈൻ സ്റ്റോറുകളിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങുമ്പോൾ EMI ഇടണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു കാർഡിന്റെ ത്രൂ EMI ഇടാനായിട്ട് സാധിക്കും. പിന്നെ എനിക്ക് പറയാനായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു കാർഡ് എടുത്ത് നമ്മൾ EMI ആയിക്കോട്ടെ ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ ഇതൊക്കെ കറക്റ്റ് സമയത്ത് എമൗണ്ട് നമ്മൾ തിരിച്ചടയ്ക്കണം. ഒരു ദിവസം പോലും ലേറ്റ് ആക്കാതെ തിരിച്ചടക്കണം. തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കത്തില്ല ഇതിന്റെയൊക്കെ പലിശ കയറി പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നോ കോസ്റ്റ് EMI ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ലേറ്റ് ആയിട്ട് ഈ മാസത്തെ അടയ്ക്കുന്നില്ല, അല്ലെങ്കിൽ അടുത്ത മാസം രണ്ടും കൂടി ഒരുമിച്ച് അടച്ചോളാം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ പലിശ അടച്ച് നമ്മളൊരു പരുവാവും. അപ്പൊ നമുക്ക് ഉണ്ടായ ലാഭത്തിന്റെ 10 ഇരട്ടി നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ കാർഡുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഫോളോ ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ഒരു കാർഡ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ 100 തൊട്ട് 500 രൂപ വരെയുള്ള ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് കിട്ടും. അതായത് നമ്മൾ ആദ്യം കാണിച്ചതുപോലെ ആ ഒരു UPI ഐഡിയിലേക്കായിരിക്കും നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് കിട്ടുക. അപ്പൊ നിങ്ങൾ എല്ലാവരും ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഫോളോ ചെയ്ത് ഈ ഒരു കാർഡ് അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് എലിജിബിൾ ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ആ ഒരു ക്യാഷ് ബാക്ക് കിട്ടുന്നതാണ്. കാർഡിന് അപ്ലൈ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾ എലിജിബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്താലും ഈ ഒരു ക്യാഷ് ബാക്ക് കിട്ടും. ഇനി ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് കിട്ടാതെ പോകുന്ന എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലേറ്റ് ആവുകയോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ, സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഇമെയിൽ ഐഡിയിലേക്ക് ഒരു മെയിൽ അയച്ച് അവരെ ഇത് നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാം. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റുകളായിട്ട് അറിയിക്കുക. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താം. ഇതിൽ നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.